എൻ്റെ വീട്ടിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു എളുപ്പത്തിലുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇതും ഇട്ട് കൊടുക്കുക. അത് റോസ്റ്റായി കഴിയുമ്പോൾ ചോപ്പ് ചെയ്ത 1 ടീസ്പൂൺ ഇഞ്ചി, പിന്നെ ചോപ്പ് ചെയ്ത സവാള ഒരെണ്ണം, അത് രണ്ടും ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം കാഷ്യൂ ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നല്ല റോസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഈ സവാളയും കാഷ്യൂഒക്കെ ഒന്ന് റോസ്റ്റ് ആവട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ക്യാരറ്റും ചേർക്കാം. ഒരു പകുതി ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ടാണ് ഈ ചേർത്ത് കൊടുത്തത്. ഇനി ക്യാരറ്റ് വേകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് റോസ്റ്റഡ് റവയാണ് ചേർക്കുന്നത്. ഇനി റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനേക്കാളും ഒരു 1 മിനിറ്റ് വരെ കൂടുതലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യാം. മൊത്തം 3 മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റവ ചേർത്ത് റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിലൊഴിക്കാനുള്ള വെള്ളവും കൂടെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചൂടാക്കാനായിട്ട് വയ്ക്കുന്നത്. തൊട്ടടുത്ത അടുപ്പിലേക്ക് ഞാനത് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വെട്ടി തിളയ്ക്കണ്ട, അതിന് മുമ്പ് തന്നെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഈ റവയിലേക്ക് ഞാൻ ഉപ്പുമാവിന് വേണ്ടി ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി കുറച്ച് കളർ കിട്ടാനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കളർ വേണ്ടാന്നാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. തുടക്കത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. നെയ്യുടെ ഫ്ലേവർ കുറച്ചുകൂടെ വേണം എന്നാണെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. ഇപ്പോൾ റവ റോസ്റ്റായി കഴിഞ്ഞു. ചൂടാക്കാൻ വെച്ച വെള്ളം ചൂടായി. തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് റവ വറുത്തെടുത്തത്. വെള്ളം ഒഴിച്ചതിന് ശേഷവും ലോ ഫ്ലെയിമിൽ തന്നെ തുടരണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2.5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ഉപ്പുമാവ് റെഡിയായി കിട്ടും. ചിലർക്ക് കുറച്ചൊരു കുഴഞ്ഞ പരുവത്തിലുള്ള ഉപ്പുമാവായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് 1.5 കപ്പ് എന്നുള്ളതിന് ഒരു 1.25 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പുമാവ് റെഡിയായി. നല്ല പൊടിയായിട്ടുള്ള ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം ചൂടോടെ വിളമ്പാവുന്നതാണ്. പഞ്ചസാര, പഴം, കടലക്കറി, ചമ്മന്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റായിട്ട് പോകുന്ന ഒരു ഉപ്പുമാവാണിത്. ഇത് തയ്യാറാക്കുമ്പോൾ മറ്റ് ഓയിലുകളൊന്നും ചേർക്കാതെ നെയ്യിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്